பாரு இது இப்படி எடுத்து இப்படி போட்டு என்ன பிடிச்சி பாரு டிக் டிக்னு கேக்குது பாரு டிக் டிக் பம்பரம் ரெடி இப்படி செஞ்சு பாரு അടിപൊളിയാ അയ്യോ മാമ ഇപ്പൊ പമ്പരം മാത്രം ഉണ്ടാക്കാൻ അറിയുള്ളൂ വേറെ ഒന്നും അറിയില്ലേ டேய் நான் என்னென்ன செய்ய தெரியுமா உனக்கு இந்த இலை கொடு இது கொடு மாடு செஞ்சு தரட்டா മാടാ மாடுன்னு சொன்னா இந்த பீஃப் இருக்குதுல்ல காளை 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 செய்யட்டா பாரு நான் என்ற சின்ன வயசுல என்னென்ன செய்திருக்கு தெரியுமா இந்த ஓலையில പന്ത് ചെയ്തിருக்கு പിന്നെ ബൊമ്മ ചെയ്തിருக்கு അങ്ങനെ എത്ര സാധനങ്ങൾ ചെയ്തിருக்கு தெரியுமா நானே இதெல்லாம் டெய்லியும் இங்கிருந்து செய்து தரேன் இதெல்லாம் பள்ளிக்கூடத்துக்கு கொண்டு போயிட்டு டீச்சருக்கு காணிக்கணும் அப்ப டீச்சர் சொல்லும் இதெல்லாம் மாறு செஞ்சதுன்னு அப்ப நீங்க என்ன சொல்லுவோம் பாண்டி மாமா டேய் பாண்டி பாண்டின்னு சொல்லாதடா அதெல்லாம் இந்த ஊருக்காரு தமிழரை கிண்டலா சொல்றது பாண்டிதுரை மாமா செஞ்சதுன்னு சொல்லணும் பாண்டிதுரை மாமா பாண்டிதுரை மாமா செஞ்சதுன்னு சொல்லணும் நான் டெய்லி ஒவ்வொன்னா செய்து தரேன் அப்ப மாமன் எப்படா போனே இந்த அச்ச சொல்ற மாதிரி நீ ஏன் சொல்ற உன் அச்சன் வந்ததா என்ன பார்த்தா அப்ப சொல்லுவ அழியன் எப்ப போறேன்னு அந்த மாதிரி சொன்ன நான் போனா இதெல்லாம் செஞ்சு தர முடியுமா മാമ എന്റെ ഉമ്മേന്റെ അടുത്ത് കൂടെ പറയട്ടെ മാമൻ ഇവിടെ നിന്നോട്ടെ എന്ന് ചെല്ല കണ്ട് നീ சொல்லிட்டு உன் അമ്മ ഓക്കേന്ന് சொல்லின்னு വെച്ചുക്കോ പിന്നെ വാസൂട്ടി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല പരിയൻകുട്ടി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അറിയില്ല உனக்கு தெரியுமா ആരാ என்ன സാരി 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 ഒന്നും എങ്കില്ല ഇല്ല എങ്കില്ല അല്ല സാരി കച്ചവടത്തിന് കൊണ്ടുവന്നത് സാരി അതിലെ ഓ മല്ലിക ആരോ സാരി ആയിട്ട് വന്നിരിക്കുന്നത് ரசேதா சாரி சாரி டேய் உன் அம்மா கிட்ட போய் சொல்றா சாரி வந்திருக்குன்னு ഉമ്മ ദാ സാരി വന്നു தம்பி ഓ இங்க ஆம்பளைங்க யாரும் இல்ல பெம்பளைங்க மட்டும் தான் இருக்குது ஏமாத்த கூடாது അപ്പൊ അണ്ണന நான் வந்து வெளியூர்காரன் இந்த വീട്ടിൽ ആമ്പளைங்க இல்லன்னு தான் சொன்னேன் ഓ ശരി 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 കിടിലൻ സാരിയാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി സാരികളാണ് ചേച്ചിയുടെ വീട്ടിന്റെ ഫ്രണ്ട് ചേച്ചി ഇരിക്കാൻ ഞാൻ ഇരിക്കണം അഴുക്കായല്ലേ ഇതെങ്ങനെയുണ്ട് ചേച്ചി കരയുള്ള ഇത് കൊള്ളാം കോട്ടൺ പിന്നെ ഒരു അതേ ഐറ്റം തന്നെ ഈ കളറ് നല്ല രസമാണ് ഇത് കുഴപ്പമില്ല എത്ര ഇതിന് അത് 450 ആവും ചേച്ചി പിന്നെ അതാ ഇതിൽ ഫോട്ടോ ഒക്കെ ഉണ്ട് കണ്ട് അതെ ചേച്ചിക്ക് നല്ല ചേരും പിന്നെ ഇത് ഷിഫോൺ ഇത് വെയിലത്തൊക്കെ ഇട്ടോണ്ട് വെട്ടി തിളങ്ങും നല്ല രസമായിരിക്കും ചേച്ചി കാണാൻ കുറച്ച് ഡള്ളാണ് കേട്ടോ പിന്നെ ഇത് ബംഗാൾ കോട്ടൺ നല്ല അടിപൊളിയാണ് എന്താ കോട്ട ഇത് ബംഗാൾ കോട്ടൺ ബംഗാളാ ഇത് ഈരോട് മണിക്കൂട്ടിൽ 150 രൂപയ്ക്ക് കിട്ടുന്ന സാരി ഇത് വിറ്റോട്ടണ് അല്ല ഞാൻ വന്ന് കോവൈ മറ്റേ കോയമ്പത്തൂർ എന്നെ ഏമാത്ത മുടിയാത് ശരിയാണ് ചേച്ചി ഇത് കളർ കൊള്ളാം അത് നല്ല കളറാണ് ചേച്ചി ഇത് എത്രയാണ് അത് 400 രൂപ இங்க ஒவ்வொருத்தர் வந்து ஏமாத்திட்டே போகுது 400 ஒன்னும் இல்ல அதுக்கு 150 200 ரூபாய்க்கு தான் கிடைக்கும் அது அண்ணா ഒന്ന് വിറ്റോട്ടണ്ണ அல்ல நான் சொல்றது ஏன்னா இந்த திருப்பூர் நல்லா 150 ரூபாய் கொடுத்து பனியை வாங்கிட்டு வந்து 500 ரூபாய்க்கு எல்லாம் வாங்குறாங்க ഇത് പനിയല്ലേ ഇത് സാരിയാണ് அதான் இதெல்லாம் நான் ഞാൻ നോക്കിക്കോളാം ചേച്ചി ഇത് കൊള്ളാം നല്ലത് ഇത് വിത്ത് ബ്ലൗസ് ആണത് ഇതിന്റെ അകത്ത് തയ്ക്കാൻ കാണും അത് ബ്ലൗസ് കാണും നല്ല രസമുണ്ട് അപ്പൊ ഇത് കൊള്ളാം ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഒരുപാടുണ്ട് ചേച്ചി ഒരുപാട് കിടില സാരികൾ കണ്ട ഇത് കൊള്ളാം ഈ കളർ കൊള്ളാം നല്ല കളർ എടുക്കടോ ഇതൊക്കെ നല്ല കളറാണ് ചേച്ചി ഇതാ ഈ കളറൊക്കെ നല്ല കളറല്ലേ അത് വേണ്ട അല്ല ഇത് ഞാൻ എടുത്തായിരുന്നു ഇത് കൊള്ളല്ലേ നന്നായിണ്ടല്ലേ നല്ല തുണിയൊക്കെയാണ് തോന്നുന്നത് നല്ല നല്ല കളർ ഇതെങ്ങനെയുണ്ട് ചേച്ചി എന്താ സംഭവം നല്ല എന്താ സംഭവം എന്താ ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ സാരി അല്ല എന്നെ ഞാൻ ചോദിക്കണേ എന്തിനാ ഇവിടെ സാരി ഉടുക്കാൻ അപ്പൊ അനക്ക് ഇഷ്ടം പോലെ അലമാരയിൽ കുത്തി വെച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പോ വേറൊരു സാരി കൂടി വേണോ എനിക്കൊരു സാരി വേണം ഇത് നല്ലതല്ലേ അതെടുത്തോ അല്ല ഇത് ഞാൻ എടുത്തായിരുന്നു കൊടുക്കും വേണ്ടേ എന്തെടുക്കാ ഓള് ഇഷ്ടപ്പെട്ട് എടുത്തല്ലേ പിന്നെ എങ്ങനെ എടുത്തോ പറയണേ അതെടുത്ത് കൊടുത്തല്ലേ ഒന്നും വേണ്ട ഇഷ്ടപ്പെട്ട ഒരാൾ എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് കൊടുക്കുന്ന പറഞ്ഞ എങ്ങനെ അനക്കിപ്പോ എന്താ ആവശ്യം നീ വേണോ അമ്മമാര് പച്ച സാരി എടുത്തില്ലേ ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും മണി എടുക്ക്
ഇതിന്റെ അകത്ത് പച്ച കളറുണ്ട്. ചോപ്പാണ് പച്ചയാണോ ഇതും പച്ചയാണ് ചേച്ചി. ഇതിന്റെ ഇപ്പുറത്ത് ഇതാ പച്ച പച്ച എടുത്തോ. ഈ പച്ചയല്ല ആ പച്ച അല്ല എന്ന് പറഞ്ഞാ പിന്നെ ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് എടുത്താൽ എന്നിട്ട് ആൾക്കാർക്ക് അങ്ങനെ അകത്ത് കയറണ്ടേ? അല്ല ഏതെങ്കിലും ഒന്ന് എടുക്കാൻ പറഞ്ഞ ഏതാ വേണ്ട എനിക്ക്? അത് ഏതെങ്കിലും ഒന്നും പറഞ്ഞേ. ഉള്ളൂ ആ പച്ച. പിന്നെ അത് നല്ലതാട്ടോ. അത് സൂപ്പറാണ് ചേച്ചി. അത് കുഴപ്പമില്ലല്ലോ, ഇത് നല്ലതല്ലേ? അത് മതി. ഇത് അത്രയാ? അത് 300 രൂപ ഉള്ളൂ. 300 രൂപ ഉള്ളൂ. 300 റുപ്യ പേര്? ഓ ഓ റബ്ബേ. അല്ല അത് കുറവാണ് കേട്ടോ. മറ്റേത് 400 രൂപ. കാശ് കൊടുത്ത നിങ്ങൾ കൊടുക്ക്. ഇത് 300 രൂപയ്ക്ക് തരില്ല എനിക്ക്. അയ്യോ അത് കുറയില്ല ചേച്ചി. അത് നല്ല സാരിയാണ്, ചേച്ചിക്ക് വരെ ഇഷ്ടപ്പെട്ടതാണ്. അത് കുറയില്ല ചേച്ചി. കുറച്ച് എന്തെങ്കിലും കുറയ്ക്കടോ. നമ്മളിങ്ങനെ കയറി ഇറങ്ങി വിൽക്കുന്നതല്ലേ ചേച്ചി, എന്തെങ്കിലും കിട്ടണ്ടേ? എന്നാ പിന്നെ കടായിട്ട് കാട്ടെ. അയ്യോ എനിക്ക് ആര് കടം തരുമെന്ന് പറഞ്ഞു ഞാൻ നിൽക്കുന്നു. അതെ കടവും ഇതൊന്നും വേണ്ട. അത് എടുത്തോണ്ടായേ 300 റുപ്യ പിടിച്ചേ. 300 അല്ലേ അതിന്? 300. എടുത്തോണ്ടേക്കാം. മതി. എന്റെയും കൂടെ പൈസ തരണേ ചേച്ചി. കൊടുക്ക്, പൈസ കൊടുക്ക്. നിങ്ങൾ കൊടുക്ക്. അപ്പൊ നിന്റെ കയ്യിൽ പൈസ ഇല്ലേ? പൈസ ഇല്ലാണ്ട് വരെ സാരി എടുക്കാൻ വന്നത് എന്തിനാണ്? എന്നാ അതിക്ക് തന്നു. അല്ല കടായിട്ട് തരില്ല. കടായിട്ട് തരില്ല. എന്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ ആ കൂലി കിട്ടിയിട്ടില്ല ഇവിടുന്ന്. അത് എത്ര അതിനെത്ര? 400 പറയുന്നത്. 400 റുപ്യ. എന്നാ 400 പോയി. വർത്താനത്ത് കണ്ട 400 ഞാൻ തരാം, കുഴപ്പമില്ല. കുറയൊന്നുമില്ലല്ലോ. ഇല്ല ചേട്ടാ അത് ഒന്നും കുറയില്ല. എടാ ചെങ്ങായി, ഈ ആണുങ്ങളില്ലാത്ത സമയത്ത് ജാതി കച്ചവടത്തിന് ഇവിടെ വരാൻ പാടുണ്ടോ? അന്യം കൂടി മേടിച്ചു വെക്കോര്. അല്ല മറ്റേ ചേട്ടൻ ഉണ്ടായിരുന്നു, മറ്റേ തമിഴൊക്കെ പറയണ അവരാണ്. അതെ, ഇനി ഒരു 3-4 മാസം ഇങ്ങോട്ട് വരരുത്. 3-4 മാസക്കാലം ഇങ്ങോട്ട് വരണ്ടല്ലോ. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പോയി എടുക്കൂലേ? പിന്നെ എങ്ങനെ ഈ സ്ഥലമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വിളിക്ക്. ഇതൊക്കെ ഇവരൊക്കെ ഇടക്ക് ഈ കച്ചവടത്തിനൊക്കെ വരലുണ്ട്. അതൊക്കെ തന്നെ. ഇതല്ലേട്ടാ ജീവിച്ച് പോട്ടെ കേട്ടോ. അങ്ങനെ ജീവിച്ച് പോയാൽ ശരി. ഓക്കെ ഓക്കെ. ഇതിപ്പോ ആവശ്യം ഉണ്ടെങ്കിൽ വേണ്ടില്ലേ? ഒരു ആറ്റം പൊമ്പോണ്ടാ പോയിക്കണ അങ്ങോട്ട്. അന്ന് പോയി നോക്കട്ടെ. എന്തിനാ സാരി എടുത്തത്? എനിക്ക് ഇഷ്ടമായതുകൊണ്ട്. ഞങ്ങൾക്ക് വേണോട്ടോ അമ്മ. ഞങ്ങൾക്ക് വേണം. നിന്റെ അച്ഛനോട് പോയി പറയാ. അമ്മക്ക് സാരി കൊള്ളൂല, ചേരൂല. അമ്മക്ക് നൈറ്റ് തന്നെ ചേരുള്ളൂ. ഇപ്പൊ ഞാൻ നൈറ്റ് ഇട്ടോണ്ട് പുറത്തു പോണാ? അതിനാരാ പുറത്തു പോണത്? നിന്റെ അച്ഛൻ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയാലല്ലേ? പറഞ്ഞു. അല്ല എന്താ നിന്റെ തലയില്? എനിക്ക് അറിയാണ്ട് ചോദിക്കണം. എന്തിനാ ഈ സാരി എടുത്ത നീ? ഞാൻ അവിടെ വെച്ചായതുകൊണ്ട് ഒന്നും പറയാത്താണ് കേട്ടോ. എനിക്ക് ഈ സാരി അത്ര ഇഷ്ടമായിന്ന് പറഞ്ഞിട്ട് റെസിക്ക് കൊടുക്കാൻ നിങ്ങൾ എന്നോട് പറഞ്ഞല്ലേ? അതെ, ആ ആളുകളൊക്കെ പട കൂടി നിൽക്കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ പലതും പറഞ്ഞു പോയിട്ടുണ്ടാവും ഇവിടുന്ന്. എന്റെ കയ്യിൽ പൈസ ഉണ്ടോ പൈസ ഇല്ല എന്നുള്ള കാര്യം നീ ആലോചിക്കണ്ടേ? അപ്പൊ നിങ്ങളുടെ ഒരു 400 രൂപ പോലും എടുക്കാനില്ല? എടി 400 രൂപയ്ക്ക് പൈസ വേണ്ടേ? 400 രൂപയ്ക്ക് 400 രൂപ തന്നെ വേണ്ടേ? നീ എന്ത് കണ്ടിട്ട് പിന്നെ പോയി സാരി എടുത്തത്? കയ്യിൽ പൈസ ഇല്ലെങ്കിൽ സാരി എടുക്കാൻ പോണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് ഈ പെണ്ണുങ്ങൾക്ക്. ഭർത്താക്കന്മാരെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലോ എന്നുള്ള കൂട്ടൊന്നുമില്ല. സാരിന് കണ്ടു കഴിഞ്ഞ ഒരു ആക്രാന്തമാണ്. ആ എനിക്ക് ഷർട്ടും പാന്റും വേണം കേട്ടോ. ആ എടുത്തു തരാം. എത്ര എണ്ണം വേണം നിനക്ക്? 3 ഓ 3 എനിക്ക് ഫ്രോക്ക്. അയ്യോ എടുത്തു തരാം കേട്ടോ. ആ എത്ര എണ്ണം വേണം? 2 നിനക്ക് 2 നിനക്ക് 3 എന്തിനാ മനുഷ്യ വെറുതെ ഇവർക്ക് ആശ കൊടുക്കുന്നേ? അമ്മ എന്തിനാ സാരി എടുത്തത്? അമ്മടാ പാരിക്കുട്ടി മാമയുടെ പോക്കറ്റിൽ പൈസ ഉണ്ടല്ലോ, പിന്നെ അമ്മക്ക് സാരി എടുത്താൽ എന്താണ്? വേണ്ടാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. പിള്ളേര് ഇരിക്കുന്നോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. വെറുതെ 400 റുപ്യ കൊണ്ട് കളഞ്ഞിട്ട് വന്നിരിക്കും. ഓക്കിപ്പോൾ സാരി മേടിച്ച് കൊടുക്കാനിട്ടാണ്. ഓക്ക് സാരി മേടിച്ച് കൊടുക്കാൻ അവളുടെ കിട്ടിയവനുണ്ട്, അല്ലാതെ ഇഞ്ച കിട്ടിയവനല്ല. എന്താ എന്റെ പ്രശ്നം? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ല എനിക്ക് മനസ്സിലായി. എന്നോടൊരു കാര്യം ഞാൻ തർക്കിക്കണമായിരിക്കും. ഈ നാട്ടുകാരോടൊക്കെ തർക്കിക്കാൻ പറ്റുമോ? അത് പറ്റുമോ? എന്ത് ഈ മനസ്സിലാക്കാത്ത? നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. നിങ്ങൾ സ്നേഹം കൊണ്ട് ഒരിക്കൽ പൈസ കൊടുക്കണേ. ഞാൻ എന്നാ ഓളോട് വന്നപ്പോ തുടങ്ങി പറയുന്നതാണ് ആ സാരിക്ക് ഇഷ്ടപ്പെട്ട് എന്ന്. ഓൾ എന്നിട്ട് ആ സ്നേഹം കൊണ്ട് ഇക്കത് തന്ന, അല്ലെങ്കിൽ വാസട്ടൻ ആ സ്നേഹം കൊണ്ട് ഇക്കത് തന്ന. എനിക്ക് ആ സാരി കിട്ടാത്ത എന്റെ കുനിറ്റാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. സാരി കിട്ടാത്തതല്ല, നമ്മൾ കൊടുക്കണ സ്നേഹം തിരിച്ചു കിട്ടണില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ? എടിതൊക്കെ എന്റെ മനസ്സിൽ തോന്നണതാണ്. ആർക്ക് എന്ത് സ്നേഹമില്ല എന്നാ പറഞ്ഞത്. പിന്നെ ഒരു മുതലിനോടുള്ള ആഗ്രഹം അനക്ക് മാത്രമേ ഈ ദുനിയാവിലുള്ളോ? വേറെ ആർക്കും ആഗ്രഹം പാടില്ലേ? ആഗ്രഹമൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഇന്റെ കെട്ടിയ പൈസ കൊണ്ട് വേണ്ടത്. എന്റെ പെട്ടിയോന്റെ പൈസ ആ ആ ജെസിയാണ്. ആ അങ്ങോട്ട് പോരെ പരീക്ക ആ അങ്ങോട്ട് പോരാ. എന്തെടുക്ക ഇവിടെ? ഞാൻ ഇതിപ്പടെ പറഞ്ഞില്ല.
ചായ കുടിക്കാം. ചായ കുടിക്കണ എനിക്ക് വേണ്ട ഈ ചായ എടുത്ത് വെക്ക്. വേണ്ട വേണ്ട ഇപ്പൊ കഴിച്ചിട്ട് പോന്ന. ചായ എടുക്കട്ടെ? വേണ്ട വേണ്ട ചായ വേണ്ട. കാപ്പി ഒരു വട എടുത്തോ? ഏയ് വേണ്ട, ഇപ്പൊ കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. നിങ്ങളെവിടെ പോയി? ഞാൻ ഇവക്ക് 2 ചുരിദാർ എടുത്ത്, അപ്പൊ അത് ലിസി തയ്ച്ചാലേ അവ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. പിന്നെ ആ തെക്കേല ലിസിയുടെ അവിടെ കൊണ്ട് തയ്ക്കാൻ കൊടുത്തിട്ട് പോണ വഴിയാണ്, അപ്പൊ ഒന്ന് കേറിയിട്ട് പോവാന്ന് കരുതി. ഇല്ലടി, അനക്ക് മൂപ്പരെ കൊടുത്താ നല്ലോ തയ്ക്കൂലോ. ഇത് ആനക്കിടാനല്ലേ, ഇവക്ക് കൊടുക്കാനാണ്. ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താ പറയാന്? എന്താ പറയാനുള്ളത്? എനിക്ക് അവളോടാ പറയാനുള്ളത്, നിങ്ങളോടല്ല. നിങ്ങൾ കാര്യം പറയും. ഇപ്പൊ പോവില്ലല്ലോ, ഒരുമിച്ചല്ലേ പോവൂ. എന്തേടി അതൊക്കെ ഉണ്ട്, വാ. എന്റെ പൊന്നാര ജോസെ, ഒരു സാരികാരം വന്നു ഇവിടെ. സ്വസ്ഥത പിന്നെ കിട്ടിയിട്ടില്ലേക്ക്. നീ എന്താണ് കാര്യം പറ. എവിടെയെങ്കിലും പോവാൻ നിക്കണോ സാരിയൊക്കെ എടുത്തിട്ടിരിക്കുന്നത്? ഇതെന്റെ പുതിയ സാരിയാ. പുതിയ സാരിയാ? ഇതെപ്പോ മേടിച്ചു? ഇത് ഇവിടെ ഒന്നൊരു സാരിക്കാരൻ വന്ന് ഓന്റെ കയ്യിൽ നിന്ന് മേടിച്ചാ. കൊള്ളാലോ, നല്ല കളറ്. അത്രക്ക് ഭംഗിയൊന്നുമില്ല. കൊള്ളാടി, നിനക്ക് നന്നായിട്ട് ചേരും. ഒന്നാമത് ഞാൻ ഇമ്മാര് തുണീന്റെ ഉടുക്കാറില്ല, കോട്ടൺ അല്ലേ ഉടുക്കാറ്. അതെന്താണ്, നല്ല തുണിയല്ലേ, നല്ല കുളുകുളാന്നിരിക്കത്തില്ലേ ഉടുക്കുമ്പോ? കുളുകുളുകുളാന്ന് ഇഷ്ടമില്ലേ പിന്നെ എന്തിനാ മേടിക്കാൻ പോയേ? എന്റെ മോളെ, അത് പറയാനാണ് അന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. എന്താ കാര്യം? ഇവിടെ സാരിക്കാരൻ വന്നല്ലോ. ഞാൻ ഓടിച്ചെന്ന് ഒരു നല്ല സാരി സെലക്ട് ചെയ്ത്, ഒരു പച്ചക്കളർ സാരി. അപ്പോഴേക്കുണ്ട് മല്ലിക ഓടി വരുന്നു. എന്തിന്? കോക്ക് സാരി വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാ സാരിയും വലിച്ച് വാരിയിട്ട് അവസാനം എന്റെ കയ്യിലിരിക്കണ സാരി തന്നെ ഓക്ക് വേണമെന്ന്. ഛേ, അവൾ അങ്ങനെ പറയത്തൊന്നുമില്ല. ആണെന്ന്. നീ വെറുതെ ചുമ്മാ പറയല്ലേ. എടി, ഓക്ക് ആ സാരി തന്നെ വേണമെന്ന് ഭയങ്കര വാശി. ഞാൻ ഇട്ട് കൊടുത്തില്ലേ, അപ്പോഴേക്കുണ്ട് എന്റെ ഇക്ക വന്ന്. മൂപ്പരെ സ്വഭാവം അറിയല്ല, ഭയങ്കര മാമനസ്കനാണല്ലോ. റസിയ, ഈ ആ സാരി അങ്ങോട്ട് കൊടുക്കുന്ന്. പിന്നെ ഞാൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്ത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ആ സാരി വേണോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സാരിയാണെന്ന്. കൊടുത്തിട്ട് അത് വേണമെന്ന് പറഞ്ഞ് പിന്നെ എവിടെ പോയി മേടിക്കാനാ? ഓള് വാശിടിച്ച് മേടിച്ചല്ലേ. ഈ ഒരു കാര്യം ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാൻ? ഈ വിചാരിച്ച നടക്കൂ. എന്ത് വിചാരിക്കാൻ? ഈ മല്ലികയുടെ അടുത്ത് പോവാ. പോയിട്ട് ഈ സാരി കാണിക്കൂലോ. അപ്പൊ ഈ പറയണോ, മല്ലിക എടുത്ത സാരി കൊള്ളൂല, റസിയാന്റെ സാരി നല്ലതാണ്. അയ്യോ, അത് ഞാനിപ്പോ എങ്ങനെയാടി അവരുടെ അടുത്ത് പോയി പറയുന്നേ? എടി, എന്റെ വിഷമൊന്നും മനസ്സിലാക്ക്. ഞാനല്ലേ ആദ്യം ആ സാരി എടുത്തത്. ഇപ്പൊ ഞാനിപ്പൊ അവളുടെ അടുത്ത് പോയിട്ട് നീ മേടിച്ച സാരി കൊള്ളത്തില്ല, റസിയ മേടിച്ചേ കൊള്ളാവുള്ളൂ എന്ന് പറയുമ്പോ അവർക്ക് ഡൗട്ട് തോന്നൂലേ? അനക്ക് പറ്റോ ഇല്ലയോ? ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധം ഇവിടെ നിന്ന് തീരുമെന്ന്. എന്തുവാടി ചെറിയ കാര്യത്തിനൊക്കെ? അന്ന് പോ. ഞാൻ പോയിട്ട് പറയണം, മല്ലിക എടുത്ത സാരി കൊള്ളത്തില്ല, റസി എടുത്തതേ കൊള്ളാവുള്ളൂ. അതന്നെ, പോ. ആ കൂട്ടത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഇപ്പൊ ഇതാണ്. ഇതാണ് നന്നായിട്ടില്ലേ? എനിക്കിത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. വേറെ എന്തോരം സാരി ഇടായിരുന്നു ഇതിനകത്ത്. എനിക്കിത് നല്ല ഇഷ്ടമായിട്ടാ. വാടകയെ കൊടുക്കണില്ല. ഇനിയിപ്പോ ആ 400 രൂപയ്ക്ക് എത്ര ദിവസം പറയേണ്ടി ഇനിയിപ്പോ അതിൻ്റെ അടുത്ത് എനിക്ക് മല്ലികേ, ആ മല്ലി ആ ഉണ്ട്, അപ്പുറത്തുണ്ട്. ഇതെങ്ങനെയുണ്ട് ഈ സാരി? ഇതെന്താണ്, എല്ലാവരുടെ കയ്യിലും പുതിയ സാരിയാണല്ലോ. എന്താ സാരിന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ, ചോറും ചായ ഒന്നും വേണ്ട, സാരി മാത്രം മതി. സാരി കൊള്ളാടി, പക്ഷെ ഇത് വേറെ സാരി ഒന്നും ഇല്ലായിരുന്നോ? ഇത് നിനക്ക് ഒരു പ്രാവശ്യം എടുത്താൽ മതിയാ? എന്താ അങ്ങനെ പറഞ്ഞേ? എടി, ഇത് പേപ്പർ കോട്ടൺ അല്ലേ, ഇത് ഒറ്റ പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അലക്കി കഴിഞ്ഞാൽ കളർ പോവും. അയ്യോ ഞാൻ പറഞ്ഞ നോക്ക്, 400 ഉറുപ്പ്യാണ് ഇതിന്. എന്തോന്ന് 400 ഉറുപ്പ്യ ഈ സാരിക്കാ? എന്റെ പൊന്നു വാസുവേട്ടന് 150 രൂപ പോലും കൊടുക്കണ്ട. എന്തൊരു കഷ്ടം നോക്ക്. ഇവള് ഇത്ര കണ്ണുമുട്ടിയാണോ? ഒന്ന് പോയി, എനിക്കിത് ഇഷ്ടമായില്ല. നല്ല സാരിയാണല്ലോ. നീ കുറച്ച് വെള്ളം കൊണ്ടോ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കളർ പോവോ ഇല്ലേന്ന്. അയ്യോ, കളർ പോവോ? ഇതെടുക്കുമ്പോ വാസുവേട്ടൻ എവിടെയായിരുന്നു? ഞാൻ വന്നപ്പോഴേക്കും അവളെ എടുത്തില്ലേ, അവളെടുത്തിട്ട് ഈ സാരിന്റെ മതി എന്ന് പറഞ്ഞിട്ട് പൊത്തി പിടിച്ചെടുക്കുക ഇരിക്കായിരുന്നു. നീ അപ്പുറത്ത് റസി എടുത്ത സാരി കണ്ടാ? നല്ല കുളുകുളാന്നിരിക്കുന്ന സാരി കണ്ടാ? അങ്ങനത്തെ സാരി വേണം എടുക്കാൻ. അതെന്തൊരു ഭംഗിയാണ്, ഇത് ഒരുമാതിരി വൃത്തിയിട്ട സാരി. പക്ഷെ ഈ സാരി അവൾക്ക് ഇഷ്ടായി. ആർക്ക്? റസിയയ്ക്ക്. എന്നാ പിന്നെ അവക്ക് കൊടുത്തുകൂടായിരുന്നു, എന്നിട്ട് നിനക്ക് വേറെ സാരി മേടിക്കായിരുന്നല്ലോ. ഇവൾക്ക് ഇതന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെച്ചിരിക്കല്ലേ. അന്ന് ദൂരത്തോണ്ടിരിക്കട്ടെ, ഇത്രയും കാശ് കൊടുത്ത് മേടിച്ചിട്ട് ഒരു പ്രാവശ്യം കൊടുത്തിട്ട് പോട്ടെ അവള്. എന്നാ പിന്നെ ഇതാണ് കൊടുക്കുന്നത്, മറ്റത് വാങ്ങിച്ചോ. നീ എന്താ ഇങ്ങനെ ഇത്ര ഉറപ്പ് പറയുന്നത്? ഈ സാരിക്ക് നിന്റെ വണ്ണം വെച്ചിട്ട് ഈ സാരി കൊടുത്തു കഴിഞ്ഞാൽ പ്ലീറ്റ്സ് കിട്ടത്തില്ല. മാത്രമല്ല ഇതിന് ഇഴ അടുപ്പില്ല. എന്ത്
ഇഴ അടുപ്പ് എന്ന് വെച്ചാൽ നമ്മളെ എടി തുണിക്കടയിൽ നിന്നുകൊണ്ട് എനിക്കിതൊക്കെ അറിയാന്ന്. ഈഴടുപ്പ് അയ്യോ പൂന്തം അതെ നിങ്ങൾ എടുക്കുക കൊടുക്കുക എന്ത് പണ്ടാരാലും ചെയ്യും. അതെ ജോസുട്ടി അവിടെ ഇല്ലേ? അയ്യോ ജെസ്സി, നീ ഇത് കൊടുത്തില്ലല്ലോ. ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, അപ്പുറത്തെ റെസിക്ക് കൊടുത്തിട്ടേ അവളുടെ സാരി മേടിക്കേ. കൊള്ളാം. ആ ഇജ്ജ് ഇതും കൂടെ ഒന്ന് പിടിക്ക്. ഇരിങ്ങ വയ്യ കുറെ നേരം. എടാ ഒന്ന് പിടിക്കടേ. എന്റെ പൊന്ന് റസീത് എത്ര പിടിച്ചിട്ടും കാര്യമില്ല, ഇത് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ പേപ്പർ കോട്ടൺ ആയതുകൊണ്ട്. കണ്ട ഇജ്ജാണ് ഇതിപ്പോ കേടാക്കിയത്. നല്ലോണം പിടിക്ക്. ആ ഇനി എന്നെ പറഞ്ഞു ആ പിടിക്ക്. വല്ല കാര്യം ഉണ്ടായിരുന്നോ നല്ല സാരി എടുത്ത് കൊടുക്കേണ്ട. ഇത് നല്ല സാരിയാണ്. എനിക്ക് നല്ല കാര്യമൊന്നും അല്ല, ഇത് ഒരുമാതിരി വണ്ണം വെച്ചു. ഓ ഇജ്ജ് ഇങ്ങോട്ട് വാ. ചായ ഇവിടെ ഇജ്ജ് പറത് എങ്ങനെ ഉണ്ട്? കൊള്ളൂല. ഉമ്മന്റെ പുതിയ സാരിയാണ്. അതൊന്നും ഉമ്മക്ക് ഈ കളറും ചേരൂലെന്ന്. നമുക്ക് ബ്ലൂ ഒക്കെയാണ് സൂപ്പർ. ഈ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് നിന്റെ മനസ്സ് വെറുതെ ഇത് തളർത്തല്ലേ. ഈ കളറൊക്കെ വാപ്പയ്ക്കാണ്, പച്ചയൊക്കെ വാപ്പയ്ക്കാ ചേരുള്ളൂ. എന്നാ പിന്നെ വാപ്പാനെ കൊണ്ടുപോയി ഉടുപ്പിക്കാം. എന്താണ് ഉമ്മ, ഉമ്മക്ക് ആ ബ്ലൗസ് ഒന്നും ചേരുന്നില്ല. ഉമ്മ ആ സാരിയൊക്കെ ഊരിട്ട് വന്ന് എനിക്ക് ചായ ഇട്ടുക. ഇജ്ജ് ഒന്ന് പോയേ, നിന്നെ മാനസികമായിട്ട് തളർത്താൻ. സാരി കൊള്ളൂലെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇജ്ജ് അത് പറയണ്ട. ചെക്കം ചെറിയ വയല് വലിയ വർത്താനം പറയല്ലേ. പോ. അപ്പോ കൊള്ളൂലെന്നല്ലേ പറഞ്ഞുള്ളൂ. അവനുള്ള കാര്യമല്ലേ പറഞ്ഞു, നീ നിന്നെ ചൂടാവുന്ന അവനോട്. ഉള്ള കാര്യോ ഓന് വല്ലതും അറിയോ? പിന്നെ അവനൊന്നും അറിയത്തില്ല. ജെസ്സിയ, ജെസ്സി അയ്യോ പൊളിച്ച്. നോക്കിയെടി, നല്ലതല്ലേ? നന്നായിണ്ടോ? പിന്നെ നന്നായിട്ടുണ്ടോന്നോ? നേണ്ടേ നീ ഇത് ഉടുത്തപ്പോഴേ നിന്ന് നോക്കട്ടെ. എടി നീ സ്ലിം ആയതുപോലെ ഇരിക്കുന്നു. ആണോ? കൊള്ളാലോ. എനിക്കിത് എടുത്തപ്പോ നല്ല സുഖം തോന്നുന്നു. നല്ലേ? ആ ഇതാ ഞാൻ പറഞ്ഞ, ഇത് ഉടുത്തു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കുന്നു. ജെസ്സിയ നന്നായിട്ട്. ഏതിതോ അണ്ടാവിൽ സാരി ഉടുത്തുള്ളിരിക്കുന്ന? അല്ല നന്നായിട്ടല്ലോ. ഭയങ്കര വണ്ണം തോന്നിക്കുന്നില്ലേ എടി? കുറച്ച്. എനിക്കിപ്പോഴാണ് ഒന്ന് സമാധാനായത്. സാരി നല്ലതാണ് കേട്ടോ. സൂപ്പർ. ശരി, ഞാൻ എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പോഴേ പറഞ്ഞതാ കൊടുക്കാൻ. ഇതിപ്പോ ഈ മക്കനിടാഞ്ഞിട്ടാണ്. മക്കനിടാഞ്ഞിട്ടാ. മക്കന്റെ കുഴപ്പമില്ലല്ലോ, സാരിയുടെ കുഴപ്പമില്ലേ? ഈ ഫോട്ടോ ഒക്കെ നീ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ? സൂക്ഷിച്ചാണ്. എന്റെ മുടി നോക്കിയാല്, എന്റെ മുടി നോക്കിയേ. ഇതൊക്കെ ഇപ്പൊ കാണുമ്പോഴേ രസട്ടോ. ആ പിന്നെ എന്താ കോലം നോക്ക്. ഈ ഫോട്ടോ ഏതാ ഓർമ്മ? നമ്മുടെ നാടകത്തിന്റെ അക്ഷയത്തിന് കളിച്ചത്. ആ ഈ പാഹ അന്ന് കാണിച്ച ചതിയാർ കണക്ക് അത് ഓർമ്മയില്ലേ? ഇവനല്ലേ SI ആയ നാടകത്തില്. ഓ SI ആയിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുമല്ലോ. എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ട് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ചോദിച്ചു വാറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഓൻ വാറണ്ട് എടുത്ത് തരേണ്ടതാണ്. വാറണ്ട് മൂപ്പരുടെ പേന്റെ പോക്കറ്റിൽ തപ്പിയിട്ടുണ്ടോ കിട്ടുന്നത്. വാറണ്ട് കിട്ടാണ് നോക്കിയപ്പോ എന്താ ഡ്രോയർ അതിന്റെ മോള് പാന്റ് നാടൻ തുടങ്ങണതിന് മുമ്പ് പറഞ്ഞാണ് വാറണ്ട് പാന്റിന്റെ പോക്കറ്റിലിട്ട് പാന്റിന്റെ ആരോട് പറഞ്ഞിച്ചല്ലേ സൂക്ഷിക്കണ്ടേ. നെക്കറിന്റെ ഉള്ളിലായി ഇൻഷേർട്ട് ചെയ്തപ്പോ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റണ്ടേ. ആയിക്കോട്ടെ, ഇനിയിപ്പൊ അതിനൊരു തന്ത്രം ഉപയോഗിച്ചെന്താ വെച്ചോ, സംഭവിച്ചു അത് അതിന്റെ ഉള്ളിൽ പോയി. ഇപ്പം തപ്പി കിട്ടാണ്ടായപ്പോ ഞാൻ അങ്ങനെ നിക്കല്ലേ. ഇപ്പം പറയണ ഉടനെ കിട്ടാണ്ടായിട്ട് തൽക്കാലം ഒരു കാര്യം ചെയ്യ്, ഈ വാച്ച് ഇവിടെ വെച്ചോ, വാറണ്ടായിട്ട് വരുമ്പോ തന്നാ മതി. ഈ ജാതി വാർത്താനം കൂക്കിയിട്ട ആൾക്കാര് അന്നുണ്ട് ഈ സൂത്രം. എനിക്ക് പോയി പിന്നെ എനിക്ക് രക്ഷപ്പെടണ്ടേ അവിടുന്ന്. രക്ഷപ്പെടാൻ കാറ്റും. എന്താ ഇവിടെ പോകണ്ടേ? ഇന്നെ കാത്തിരിക്കായിരുന്നു. വാങ്ങാറങ്ങാം. അല്ല ഊണ് വെച്ചിട്ട് പോവാ. വേണ്ട, എനിക്ക് ചെന്നിട്ടേ 1-2 കാര്യങ്ങളുണ്ട്. ഇവളെ വീട്ടിലാക്കിട്ട് വേണം പോകാൻ. അതെ. നീ എന്തെടുക്കായിരുന്നു? ഇത് ഒരുക്കായിരുന്നു. സാരി പിന്നെ മാറ്റിയോ? നല്ലല്ലേ? അല്ല ഊണ് കഴിക്കണല്ലേ? ഇല്ല പോയിട്ട് കാര്യമുണ്ട്. ബാ ഇറങ്ങട്ടെ. ഇനി അത് ആലോചിച്ചോണ്ടിരിക്കല്ല കേട്ടോ. അപ്പൊ എന്നാ ശരി. ഞാൻ പറയട്ടെ. ആയിക്കോട്ടെ ശരി. എന്താ സുഖേ? എന്താ എന്റെ മുഖം അല്ലാണ്ടിരിക്കണേ? എന്തേ? ഞാനൊരു കാര്യം പറയട്ടെ. പറയേ. നിങ്ങള് വൈക്കുണ്ടാക്കൂ. ഇജ്ജ് ജാമ്യം കൊടുക്കേണ്ട കാര്യം എന്താ വെച്ചാ പറയും. എന്താണ്? എന്താ കാര്യം? എന്തേ? മറ്റേ സാരി ഇരുന്ന് നല്ലത്. ഞാൻ പറഞ്ഞില്ലേ അത് നല്ല സാരി ആയിരുന്നു. മാറ്റി എടുക്കണോ? ഞാൻ ആദ്യം എടുത്തതല്ലേ? ആദ്യം എടുത്തത് അത് നല്ല സാരി ആയിരുന്നു.
അതൊക്കെയായിരുന്നു നല്ലത്. ഇതാകുമ്പോ ഇങ്ങനെ ഇരിക്കും. അതെപ്പോ കൊടുത്തല്ലോ, ഇനിയിപ്പോ അമ്മ കിടന്ന് കെട്ടി തീരണ്ട. അത് കൊടുത്തില്ലേ? നിങ്ങളൊന്ന് പോയി വാ. ഞാൻ പോയിട്ട് മേടിക്കേ. എന്താ പറഞ്ഞിട്ട് എന്താ പറഞ്ഞേ? എന്നോട് മര്യാദക്കാൻ പറഞ്ഞില്ലേ മറ്റേ സാരി നല്ലതാണ്, ആ സാരി ഇട്ടാൽ മതി എന്ന് പറഞ്ഞില്ലേ? അതൊന്നും പറ്റാണ്ട് എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോ മാറ്റിട്ട് ഇതെന്താ പറഞ്ഞേ? ഞാൻ പോയിട്ട് മേടിക്കേ. പറയുന്നോടത്തൊരു മര്യാദ വേണ്ടേ? ഈ ജാതി വർത്താനം പറഞ്ഞേ. എന്താ ഈ ഉദ്ദേശിക്കണേ? അന്റെ ഈ ജാതി പൂതി ആദ്യത്തെ കാണണം കേട്ടോ. അത് നല്ലതല്ല, ഞാൻ മനസ്സിലാക്കിയോ? എന്ത് വേണ്ടത്? വേണ്ട, പോണില്ല. ഈ വെറുതെ മനുഷ്യൻ ദേഷ്യം പിടിപ്പിക്കണ്ടാക്കി. ഇപ്പൊ തന്നെ വിൽക്കുവന്നേക്ക് വെറുതെ ആവശ്യമില്ലാത്തവരെ വർത്താനം. ആ വേണ്ട ഇത് എന്താ കുഴപ്പം? ഇതിന് ഈ സാരിക്ക് എന്താ കുഴപ്പം? ഇത് നല്ല സാരിയല്ലേ? എന്താ പിന്നെ നല്ല അല്ലാണ്ട്? നല്ല ഒന്നാന്തരം സാരിയല്ലേ? നല്ല അസല സാരിയാണ് ഇത്. ഞാനൊരു ടൈലറാണ്. ഇതൊക്കെ ഒന്നാന്തരം തുണിയാണിത്. ഈ സാരി ഉടുക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം ശരീരത്തിന് മറ്റേ സാരി ഉടുക്കുമ്പോ കിട്ടൂല. വെടുന്ന് കിട്ടുന്ന ഭയങ്കര ചൂടല്ലേ? പിന്നല്ലാണ്ട് അത് കാഞ്ചീപുരം സാരിയിൽ പെട്ടിട്ടുള്ള സാരിയൊക്കെ തോന്നുന്നുണ്ട്. ഭയങ്കര ചൂടാണ് അത് മേത്ത് എടുക്കുമ്പോ. ഇത് നല്ലത് നല്ല സാരിയല്ലേ? അസല സാരിയല്ലേ? നല്ല സാരിയല്ലേ? ഇപ്പോഴാണ് സമാധാനായത്. ഒന്നാമത്തെ എനിക്ക് ഇതൊക്കെ എന്താച്ചുണ്ടോ, എന്റെ മനസ്സിൽ അത് നല്ലതാണ് ഇത് അല്ലാന്നൊക്കെ തോന്നാൻ എന്താച്ചുണ്ടോ എനിക്ക്? അതിനെന്താ പറയാച്ചുണ്ടോ? അതിന് പറയാ അക്കര പച്ച എന്നാണ്. ആ അക്കരെ വെക്കുമ്പോ നമുക്ക് തോന്നുന്നു അക്കരയാണ് പച്ചാന്ന്. അവിടെ നിന്നിട്ട് ഇക്കരക്ക് നോക്കുമ്പോ തോന്നും ഇക്കരയാണ് പച്ചാന്ന്. പിന്നല്ലാണ്ട് അങ്ങനെ പഴയ ഫോട്ടോ മുടിയോക്ക് കേട്ടോ. നല്ല രസമുണ്ടല്ലേ? വാസുട്ടിയേട്ടെ വാസുട്ടി ഞാനും കാര്യണ്ട് ട്ടോ. ഇതിലേ വാസുട്ടിയേട്ടൻ തന്നെയാണ് സുന്ദരൻ. നിങ്ങളുടെ തല നോക്കുന്നത് എന്താണ് ഒരുമാതിരി ചീഞ്ഞ പനനൊങ്ക് പോലെ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്ത്? അക്കര പച്ച.